നമസ്കാരം. ഇ പി അനിലും ഉണ്ട് എൻ്റെ കൂടെ. സാർ, നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയൊരു മുൻതൂക്കം നൽകി എന്ന് വലത് ഹാൻഡിലുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു നെക്ക് ടു നെക്ക് മാർജിൻ ഫൈറ്റിലേക്കല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുന്നത്? അതെയോ ഈ പറയുന്ന പോലെ വലിയൊരു മാർജിനിലേക്ക് 100-ന് പുറത്തേക്കൊക്കെ UDF സാധ്യത കാണുന്നുണ്ടോ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നിലവിലുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടികയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പുതിയ വോട്ടർ പട്ടിക നിലവിൽ വരുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു 8.5 ലക്ഷത്തോളം വോട്ടർമാരുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു തോൽവിക്ക് ഇടയുണ്ടാക്കിയെങ്കിൽ പോലും ആ ഫലം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെന്നില്ല. അതിൻ്റെ ഒരു കാരണം, രണ്ട് സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വോട്ടർ പട്ടികകൾ രണ്ടായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും ഈ പുതിയ വോട്ടർ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞത് 8.5 ലക്ഷത്തോളം ആളുകൾ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അത് ആരെ എങ്ങനെ ബാധിക്കുന്നു പറയാനും കഴിയുകയില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ 2-3 മാസമേ ഉള്ളൂ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, രാഷ്ട്രീയമായ അന്തരീക്ഷം, രാഷ്ട്രീയമായ കാറ്റ് ഇടതോട്ടോ വലത്തോട്ടോ ഇല്ലെങ്കിൽ തിരിച്ചും മറിച്ചും ഉണ്ടാകാൻ ചെറിയ ചില സംഭവങ്ങൾ പോലും കാരണമാകാറുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇറാഖ് വിഷയം പോലും കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ വിഷയമാക്കാൻ ഒരു കാലത്ത് കഴിഞ്ഞു എന്നതുപോലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ശബരിമല ഒരു പ്രധാന വിഷയമായിരുന്നു. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇടത് മുന്നണി നരേന്ദ്രമോദി സർക്കാരുമായി ചില കാര്യങ്ങളിൽ ഒത്തുതീർപ്പുകൾക്ക് ശ്രമിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം, പ്രത്യേകിച്ച് PM-ശ്രീ പദ്ധതി പോലുള്ളൊരു വിഷയം വന്നപ്പോൾ അതൊരു വിഷയമായി ഉയർന്നു. എന്നാൽ ആ സമയം കഴിഞ്ഞു. ഇനി പുതിയൊരു ഘട്ടമാണ്. അപ്പോൾ ആ പുതിയ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശബരിമല വിഷയം ഇതുപോലെ തന്നെ ആകുമോ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, PM-ശ്രീ പദ്ധതിയുടെ വിഷയത്തിലും അതാണ്. ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കാൻ നിർബന്ധിതമല്ല, ഞങ്ങളതിനെ എതിർക്കും എന്നൊക്കെ പറയുന്ന ചില സമരങ്ങൾ നടക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്താൻ സഹായിച്ചിട്ടുണ്ട്. അതൊരു കേരളത്തിൻ്റെ ഒരു പുതിയ അനുഭവമാണ്. നിലവിലുള്ള സർക്കാരുകൾക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന രീതി മാറിക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വീണ്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്ന ഫലം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഇപ്പം പറയുന്നത് ഇത്തിരി അതിരുകടന്ന കൈയായിരിക്കും. അതേസമയം ഇതുവരെ ഇല്ലാത്തൊരു ഉണർവ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും കൊച്ചാക്കി കാണാൻ പാടില്ല. ഈ LDF ഹാൻഡിലുകൾ ഇപ്പോൾ ഗൃഹസന്ദർശനം നടത്തുന്നു, വികസനങ്ങൾ ഇനി പറഞ്ഞ് ജനത്തെ വലിയ രീതിയിൽ ബോധവൽക്കരിക്കുമെന്ന് പറയുന്നു. 10 വർഷം ചെയ്തു വെച്ച വികസനങ്ങൾ തന്നെ മതി സർക്കാരിന് തിരിച്ചു വരാൻ എന്ന് പറയുന്നു ഈ തിരിച്ചടിയിൽ നിന്ന്. ഇതൊക്കെ സത്യത്തിൽ ജനങ്ങളിലേക്ക് കൺസീവ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വികസനങ്ങൾ? നോക്കൂ, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ പദ്ധതി ഇപ്പോൾ ഏതാണ്ട് 63 ലക്ഷത്തോളം ആൾക്ക് ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് 2 മാസത്തിന് ബ്രേക്ക് വന്നു. ഇപ്പോൾ കുടിശ്ശികകളില്ലാതെ അവർ കൊടുക്കുന്നു. അപ്പോൾ 2000 രൂപയുടെ പെൻഷൻ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു, തടസ്സങ്ങളില്ലാതെ പോകുന്നു. ഒരു വശത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. ലൈഫ് പദ്ധതി പോലെയുള്ള വീട് നിർമ്മാണ പദ്ധതികളൊക്കെ ഇതിന് മുമ്പുള്ള സർക്കാരുകളേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിൽ നടപ്പാക്കുന്നതൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് MLA ഉയർത്തിയൊരു ആരോപണം അദ്ദേഹത്തിന് പരാജയത്തിലേക്ക് തന്നെ നയിച്ചു. കാര്യം എന്താണ്? ലൈഫ് പദ്ധതിയെ തടസ്സപ്പെടുത്തും വിധമാണ് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി നടപ്പാക്കിയ പല പദ്ധതികളും പല രൂപത്തിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഒരു വശത്ത് പറയുമ്പോൾ, മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പുറത്ത് കേൾക്കാം. നോക്കൂ, വർഗീയ കലാപങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായിട്ടില്ല. വലിയ കാര്യമാണ്.
കേരളത്തിൽ വർഗീയ കലാപങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്താണെന്ന് ഇടതുപക്ഷം പറയുന്നു. തീർച്ചയായും ശരിയാണ്. ഇപ്പോൾ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, വിദ്യാഭ്യാസ മേഖലയിൽ ചില ആരോഗ്യകരമായ ഇടപെടലുകൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ കാര്യം, ആരോഗ്യ മേഖലയിൽ ഒരു പ്രത്യേക മൈലേജ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു. അതിനെതിരായിട്ടുള്ള കേന്ദ്രവിരുദ്ധ സമരം വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണം എന്ന് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ മാത്രം മുന്നിൽ നിന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനു മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തിന്റെ ഫലം ആവർത്തിച്ചുണ്ടായി. അങ്ങനെയാണ് ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ഒരു ആവർത്തനക്ഷമത ഇപ്പോഴുണ്ടാകുമെന്ന് പറയാൻ കഴിയത്തില്ല. അതിന് പല കാരണങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ അന്തരീക്ഷം മാറി മറിയുന്നുണ്ട്. മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഒരു വികാരമുണ്ട് എന്ന് പൊതുവായി മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അവരുടെ ചിട്ടയായ ചില പ്രവർത്തനങ്ങളും ഇടപെടലുകളും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണ്ട വിധത്തിൽ വിജയിച്ചില്ല എന്നവർ തിരിച്ചറിഞ്ഞാൽ അവർ കൂടുതൽ കാര്യക്ഷമമായ വിഷയങ്ങൾ വീടുകളിൽ എത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഡോർ ടു ഡോർ അവരുടെ ഗൃഹസന്ദർശനം കേവലം ഒരു വാർത്തയ്ക്കപ്പുറം ചില ആരോഗ്യകരമായ അന്തരീക്ഷം അവർക്ക് അനുകൂലം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു ഐക്യബോധവും ഒരു വിജയ കരുത്തും, ഞങ്ങൾ വിജയിക്കുമെന്ന് സ്വയം ഐക്യജനാധിപത്യ നേതാക്കന്മാർക്ക് ബോധ്യപ്പെടണം. 2, ഞങ്ങൾ വിജയിച്ചാൽ കേരളത്തിലെ BJPയുടെ രാഷ്ട്രീയ ഗ്രാഫ് കുറയ്ക്കാൻ ഞങ്ങൾ കഴിയുമെന്ന് ബോധ്യപ്പെടണം. ഒപ്പം വികസന കാര്യങ്ങളിൽ ഇടതുമുന്നണിയേക്കാൾ മെച്ചപ്പെട്ട തരത്തിലുള്ളൊരു ഇടപെടൽ നടത്താൻ ഐക്യമുന്നണിക്ക് കഴിയും എന്നൊരു തോന്നലുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ശൈലിയിൽ ഒരു ഐക്യജനാധിപത്യ മുന്നണിയിൽ ഒരു വലിയ മുന്നേറ്റം കാണാൻ സാധ്യതയുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ഒരു നെക്ക് ടു നെക്ക് പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ളത് കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിൻ്റെ നിലവിലെ സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ഒരു ഭരണ തുടർച്ചയാണോ അതോ ഐക്യജനാധിപത്യ മുന്നണിയുടെ വരവായിരിക്കുമോ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക? അതിന് പല കാരണങ്ങൾ നമുക്ക് പറയാം. നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്താലും ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും വളരെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചാൽ പോലും അടിസ്ഥാനപരമായി ഈ 2 ഭരണവും തമ്മിൽ ഇപ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ സാമുദായിക സംഘടനകളുടെ സ്വാധീനം, ജാതിയും മതവും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു തുടങ്ങിയ വിഷയങ്ങൾ ഇടതുമുന്നണിയിൽ അത്ര ശക്തമല്ല, ഇപ്പോഴും ശക്തമല്ല എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പോസിറ്റീവായ വശമാണ്. മറ്റൊന്ന്, അഴിമതിയുമായി ബന്ധപ്പെട്ട് നോക്കൂ, 10 വർഷമായി മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടെന്നാലും കോടതി വ്യവഹാരങ്ങളിലേക്ക് കടക്കും വിധമുള്ള ആരോപണങ്ങൾ എന്ന് മാത്രമല്ല ഉയർത്തിയ ആരോപണങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ മുറിഞ്ഞുപോയി അഴിമതി ആരോപണങ്ങൾ. ഞാൻ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമല്ല പറയുന്നത്. എന്നാൽ കോൺഗ്രസ് അധികാരത്തിരുന്നപ്പോൾ, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിരുന്നപ്പോൾ നമുക്കറിയാം അതിശക്തമായ ജനകീയ സമരങ്ങൾ നടത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത്തരമൊരു ജനകീയ സമരത്തിന്റെ ഒരു ചരിത്രം കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയ സാധ്യതയ്ക്ക് തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെ എളുപ്പമാക്കില്ല. അപ്പോൾ ജനകീയ സമരങ്ങളുടെ അസാന്നിധ്യം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ രാഷ്ട്രീയമായി സംശീകരിക്കാൻ തെരുവുകളിൽ ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ശക്തമായ സമരങ്ങൾ കൊണ്ട് നിലയ്ക്ക് നിർത്താൻ ഇടതുപക്ഷ മുന്നണിയെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഐക്യമുന്നണിക്ക് മാറാൻ കഴിയാത്തത് രാഷ്ട്രീയമായി ഇടതുപക്ഷ മുന്നണിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. ആ മുൻതൂക്കം ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ കഴിയുന്ന പല വിഭവങ്ങളും ഉപയോഗിക്കാനുള്ള കരുത്തുള്ളവരാണ് അവർ. അപ്പോഴും ശബരിമല പോലെയുള്ള വിഷയങ്ങൾ, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ ഉയർത്തുന്ന പ്രശ്നങ്ങൾ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെയും ക്രിസ്ത്യൻ വിഭാഗത്തെയും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് അകറ്റുമോ ഇല്ലയോ എന്നൊരു പ്രശ്നവും ശക്തമായി തുടരും.